ഔ भैया उस मोटरसाइकिल के पीछे जाओ प्लीज। जाओ। रेलवे स्टेशन नहीं जाना? नहीं, उससे कुछ जरूरी बात करनी है। चलो चलो। प्लीज वेट। Alfie? Alfie? ആൽഫി മാങ്ങാത്തൊലി, ഞാൻ ആരാണ്, എവിടാണ് താമസം, എന്താ പണി, ഇതെല്ലാം കണ്ടുപിടിക്കാനല്ലേ നീ കൂടെ നടക്കുന്നത്? എനിക്കൊരു പുള്ളി കേൾക്കണം. പിന്നെ ഇംഗ്ലണ്ടിലോട്ട് ട്രെയിനിലല്ലേ പോണേ? കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു നീ പോന്നോ പോന്നു. ഇനി അത് പറഞ്ഞ് നീ എന്നെ പറ്റിക്കണ്ട. ഒരു CBI വന്നിരിക്കുന്നു, അവിടെ കിടക്ക ഒരു പട്ടി നിന്നെ തുറന്നുവില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കരുതെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ കുറെ ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് നീ പുറത്തിറങ്ങിയാൽ മതി. അതുവരെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ എത്തിക്കാം. 100 കള്ളം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത്. അതിനിടെ നീ എവിടാന്നൊരു കള്ളം കൂടെ ഞാൻ പറഞ്ഞോളാം. പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. കുറെ ആൽഫിമാരെ അറസ്റ്റ് ചെയ്യാൻ. തന്റെ സുഹൃത്ത് അപ്പുക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത്. അയാളും ഉണ്ട് പുറത്ത്. അന്തസ്സുള്ള ഓഫീസായത്. ഇതിനകത്ത് പോലീസുകാർ കയറി MD അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ടാ ഞാൻ അവരെ പുറത്ത് നിർത്തിയത്. മനുഷ്യന് അത്യാർത്ഥി പാടില്ലല്ലേ? താൻ വരുന്നുണ്ടോ അതോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട, നമ്മൾ വരാം. പോലീസ് ഇങ്ങോട്ട് വന്നാൽ ഈ ആഫീസിലുള്ള എല്ലാവരും കൂടി നമ്മളെ എടുത്തിട്ട് ഇടിക്കും. ഈ തിങ്ങളെ അടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞ്. എന്നാ വാ. എവിടെ പോലീസ്? എവിടെ പോലീസ്? പോലീസില്ല, ഇവിടെ കള്ളന്മാരേ ഉള്ളൂ. ഇത് അരക്കള്ളൻ, ഇത് മുക്കാക്കള്ളൻ, ഇത് മുഴുക്കള്ളൻ. ഇവരെന്താ ഒരുമാതിരി ശവം പോലെ നിൽക്കുന്നത്? ഞാനൊന്ന് വരട്ടി. പുറത്ത് പോലീസ് നിൽക്കുന്നു പറഞ്ഞു. അത് ശരി. പോലീസും പട്ടാളൊന്നുമില്ല, ഞങ്ങൾ നിന്റെ കല്യാണം നടത്താൻ വന്നതാ. വീരാനിക്ക് എണീറ്റ് നടക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിലേ അവളുടെ നിക്കാഹും നിന്റെ മയ്യത്തും അന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി നീ മൈമേനും കൂടി ഇന്ന് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കണം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോന്ന് അറിയാൻ അവർ ഒരാഴ്ച ആ നോട്ടീസ് ബോർഡിടും. വീരാനിക്ക് ആശുപത്രി കിടക്കുന്നുണ്ട്, അത് കാണൂല. അത് കഴിഞ്ഞാൽ കല്യാണം. സാക്ഷി ഒന്ന് ഡോക്ടർ മേനോൻ, 2 ലേഹ പോരെ. ഇവളെ നമ്മളെ ശത്രു അല്ലേ? ഇടാ അതൊക്കെ പണ്ട്. ഇപ്പൊ പടച്ചോന്റെ പുതിയ രൂപ. ആൽഫിക്ക് കുറച്ചാളോട് ആയുസ് നീട്ടി കിട്ടി. ഇവിടില്ല, വീട്ടിലുണ്ട്. ഈ പോലെ ഞാനിത് കൊടുക്കും. ഇത് കണ്ടോ?
ചന്ദ്രകുടി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അപ്ലൈ ചെയ്ത അപ്ലിക്കേഷൻ ഫോമാ രജിസ്റ്റർ ഓഫീസിലെ കണ്ടെടുത്തതാ. ആൽഫിയുടെ ഒറിജിനൽ ഒപ്പ് ഇതിനകത്തുണ്ട്. ഈ ഒപ്പ് ഇവനിടണം, അല്ലെങ്കിൽ ഇവൻ ആൽഫിയല്ല. അതേതാ? ഞാൻ പപ്പയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. നീയും ഈടെയായിട്ട് അവനോട് കൂടിയിട്ടുണ്ട്. ഗൂഢാലോചനക്കാരെ എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ അകത്താക്കും. ഞാനിത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. നീ പോലീസിന് ഇരുവുള്ള തയ്യാറായിക്കോ. നോക്കി നിൽക്കാതെ ചെല്ല്. വർമ്മ സാർ കുളിക്കുന്നോ? അതേന്ന് സത്യമാണ്. ചന്ദ്ര സംസാരിച്ചു. വേഗം വാ. എടോ, ചന്ദ്ര സംസാരിച്ചു. താൻ ആൽഫിയെ പോയി വേഗം വിളിച്ചോണ്ടോ. അവൾ എല്ലാരും തിരിച്ചറിയുന്നുണ്ടോന്ന് എനിക്കറിയണം. ചെല്ലേ. ആൽഫി ഇവിടെ അവിടെ ഉണ്ട്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. എവിടെ ആൽഫി? ഇതല്ലേ ആൽഫി? അയ്യോ, പറഞ്ഞതുപോലെ ഇയാൾ തന്നെയാണല്ലോ ആൽഫി. വെളിച്ചത്ത് കയറി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാൻ. എന്താ ഇയാൾ പുറത്തു പോ. താനേതാ? നമ്മൾ ഇവിടുത്തെ ആൽഫി. അപ്പൊ അവിടെ അവിടെ അപ്പുകുട്ടൻ ആൽഫി. ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുകുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? 100. 100 പേരോ? അതെ, 100 പേര്. ബാക്കി 98 എവിടെയാടാ? നീയൊക്കെ കൂടെ എന്തൊക്കെ തെമ്മാടിത്തരാ കാട്ടി വെച്ചിരിക്കണേ. എല്ലാം പുറത്താവാൻ പോവാ. ചന്ദ്ര സംസാരിച്ചു. നിന്നെ ഞാൻ വിടില്ല. ഓടിപ്പോണ ആൽഫി എവിടെ? ബാങ്കിൽ പോയിരിക്കാന്നാ പറഞ്ഞേ. എന്തിന്? അങ്ങനെ നീ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കണ്ട. തൂങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് തൂങ്ങടാ. ഞാനാ ചപ്പുകുട്ട എല്ലാം താറുമാറാവും പോകുന്നു. എന്ത് പറ്റി? ചന്ദ്രകുഞ്ഞ് സംസാരിച്ചു. ഇനി എന്ത് ചെയ്യും? ആറ്റമ്മ ഒളിച്ചു വെച്ചിരുന്ന സ്ഥലം നിനക്കറിയോ? എന്തിനാ അവിടെ പോയി ഒളിക്കാൻ? അല്ല, അതിന്ന് ഒരെണ്ണെടുത്ത് പൊട്ടിച്ചാലും ലോകം മുഴുവൻ അവസാനിക്കല്ലോ. എന്റെ ദൈവമേ, ഞാനിനി അങ്ങോട്ട് പോവും. നിങ്ങൾ കണ്ടാ സംസാരിക്കും? കണ്ടില്ല, കേട്ടു. ഒരുപക്ഷെ അന്ന് കൈ പൊക്കിയതുപോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. ഏതായാലും പോയി നോക്കാം. ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് പോയി നോക്ക്. സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മാവാ, അമ്മാവാ, ഞാനൊരു സത്യം പറയാൻ പോവാണ്. നീ എവിടെ കുറച്ച് ദിവസം? അതൊക്കെ പിന്നെ പറയാം. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. ആരോ നല്ലവണ്ണം പെരുമാറിയ പോലെ ഉണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. അയ്യോ, നിന്നെ ഈ നിലയിലാക്കിയതായിരുന്നു. അമ്മേ, ഞാനൊരു സത്യം പറയട്ടെ അമ്മേ. അയ്യോ, ഇതെന്ത് പറ്റി? ആരോട് പറയാതെ എങ്ങോട്ടാ പോയത്? എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. ഞാനങ്ങനെ സത്യം എല്ലാരും ഒന്നും മിണ്ടായിരിക്കേ. അവൻ പറയട്ടെ. പറ. ഞെട്ടരുത്. ഞെട്ടില്ല. പക്ഷെ ഞെട്ടും. ഞെട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഞെട്ടി ഞെട്ടി. ഇവിടെ ആൽഫി എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ആൽഫി അല്ല, അപ്പക്കുട്ടനാണ്. കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ നായരുടെ മകൻ ചേരിൽ അപ്പക്കുട്ടൻ നായർ. തെളിവ് തരാം. അപ്പക്കുട്ടന്റെ പെങ്ങൾ സൗദാമിനി, അളിയൻ രവീന്ദ്രൻ നായർ. ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടരുന്ന്. ഇതാണോ ഇത്ര വലിയ സത്യം? എന്നാൽ ഞാനൊരു സത്യം പറയാം. അപ്പക്കുട്ടൻ തന്നെയാണ് ആൽഫി. എന്താ മോളെ നീ പറയുന്നത്? അത് അപ്പുവാണ്, അപ്പക്കുട്ടൻ. എല്ലാരും കൂടെ ആ പാവത്തിനെ പിടിച്ച് ആൽഫി ആക്കിയതാ. ഇരവി, എന്താണ് കേൾക്കുന്നത്? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില്. നടന്നതൊക്കെ ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭല്ലേ ഉള്ളൂ.